കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭരണപ്രതിപക്ഷ മുന്നണികൾ തമ്മിലുള്ള വാക്പോരും തന്ത്രങ്ങളും മുറുകുകയാണ്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മാറി മാറി വരുന്ന ഭരണക്രമം കഴിഞ്ഞ തവണ LDF തിരുത്തിക്കുറിച്ചിരുന്നു. എന്നാൽ 2026 ഈ പോരാട്ടത്തിൽ UDF വലിയ തിരിച്ചുവരവ് നടത്തുമെന്നും 100-ലധികം സീറ്റുകൾ നേടി അധികാരം പിടിക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെടുന്നത്. പറവൂരിൽ വെച്ച് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേരള നിയമസഭയിലെ 140 സീറ്റുകളിൽ 100-ലധികം എണ്ണം നേടുക എന്നത് ഏതൊരു മുന്നണിയെ സംബന്ധിച്ചും വലിയ നേട്ടമാണ്. 2021 തിരഞ്ഞെടുപ്പിൽ UDFന് നേരിട്ട കനത്ത പരാജയത്തിനു ശേഷം ഇത്രയും വലിയൊരു ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്. ഭരണവിരുദ്ധ വികാരം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്നു എന്നാണ് UDF വിലയിരുത്തുന്നത്. സർക്കാരിനെതിരെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയും നികുതി വർധനവ് തുടങ്ങിയ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് സതീശൻ വിശ്വസിക്കുന്നു. ജനങ്ങൾ മനസാക്ഷിയുടെ കോടതിയിൽ സർക്കാരിനെ ശിക്ഷിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വോട്ടർമാരുടെ നിശബ്ദമായ പ്രതിഷേധത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ കോൺഗ്രസിനെയും UDFനെയും തളർത്തിയിരുന്നത് ഗ്രൂപ്പ് വഴക്കുകളും ആഭ്യന്തര കലഹങ്ങളുമായിരുന്നു. എന്നാൽ ഇത്തവണ ടീം UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായാണ് മുന്നണി നീങ്ങുന്നതെന്ന് സതീശൻ അവകാശപ്പെടുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണത്തിന്റെ അവസാന ഘട്ടം വരെയും വലിയ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോയത് UDFന് കരുത്തേകുന്നു. വടക്കൻ കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ശക്തമായ അടിത്തറയും തെക്കൻ കേരളത്തിൽ കോൺഗ്രസിന്റെ സ്വാധീനം ഒരുപോലെ ഏകോപിപ്പിക്കാൻ സാധിച്ചുവെന്നത് പ്രതിപക്ഷത്തിന്റെ വലിയ വിജയമാണ്. VD സതീശന്റെ പ്രവചനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 1 ഡസനോളം മന്ത്രിമാർ പരാജയപ്പെടുമെന്നതാണ്. സാധാരണഗതിയിൽ സിറ്റിംഗ് മന്ത്രിമാർ തോൽക്കുന്നത് സർക്കാരിന്റെ ഭരണപരാജയത്തിന്റെ അടയാളമായാണ് കണക്കാക്കപ്പെടുന്നത്. ജില്ലകൾ തിരിച്ചുള്ള അദ്ദേഹത്തിന്റെ കണക്കുകൾ ഇപ്രകാരമാണ്. കഴിഞ്ഞ തവണ LDF തൂത്തുവാരിയ ഈ ജില്ലകളിൽ ഇത്തവണ വലിയ വിള്ളൽ വീഴ്ത്താൻ UDFന് സാധിക്കുമെന്നാണ് കരുതുന്നത്. തിരുവനന്തപുരത്ത് 8 സീറ്റുകൾ വരെയും കൊല്ലത്ത് 7 സീറ്റുകൾ വരെയും UDF പ്രതീക്ഷിക്കുന്നു. ഇത് സംഭവിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിലെ തന്നെ വലിയൊരു അട്ടിമറിയായിരിക്കും. എറണാകുളം ജില്ലയിൽ UDF കുതിച്ചുചാട്ടം നടത്തുമെന്നും വോട്ടെണ്ണി കഴിയുമ്പോഴേക്കും കേവലം ഭൂരിപക്ഷം മറികടക്കുമെന്നും അദ്ദേഹം പറയുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുത്തത് ഒരു സൂചനയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇടതുപക്ഷത്തിന്റെ കോട്ടകളിൽ UDF വിള്ളൽ വീഴ്ത്തിക്കഴിഞ്ഞുവെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. വയനാട് ദുരിതാശ്വാസ നിധി സംബന്ധിച്ച വിവാദങ്ങൾക്കും സതീശൻ കൃത്യമായ മറുപടി നൽകി. സർക്കാരിന്റെ വീഴ്ചകൾ മറച്ചുവെക്കാൻ CPM നുണപ്രചാരണങ്ങൾ നടത്തുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. വീട് നിർമ്മാണത്തിനായി KPCCയും AICCയും ഫണ്ട് നൽകുമെന്നും അനാവശ്യമായ പിരിവുകൾ നടത്തിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനായി ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പുറത്തുവിട്ടത് സുതാര്യത ഉറപ്പാക്കാനുള്ള നീക്കമായും കാണാം. CPMലെ ആഭ്യന്തര പ്രശ്നങ്ങളെയും സതീശൻ പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ പരിപാടികളിൽ മറ്റു നേതാക്കളുടെ സാന്നിധ്യം കുറയുന്നത് ചൂണ്ടിക്കാട്ടി ചോദ്യങ്ങൾ ചോദിക്കാൻ മാധ്യമങ്ങൾ ഭയപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീട്ടിൽ പോയി ചോദിക്കാൻ മുഖ്യമന്ത്രി പറയുന്ന ശൈലിയെ സതീശൻ വിമർശിച്ചത് തന്റെ വാർത്താ സമ്മേളനങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഉയർത്തിക്കാട്ടാനാണ്. കേവലം വിമർശനം മാത്രമല്ല, അധികാരത്തിൽ വന്നാൽ UDF നടപ്പിലാക്കാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും പ്രതീക്ഷകളും ജനങ്ങളിലുണ്ട്. കരുണയുള്ള ഒരു ഭരണകൂടം, യുവാക്കൾക്ക് തൊഴിൽ, കർഷകർക്ക് ആശ്വാസം, സാമ്പത്തിക അച്ചടക്കം എന്നിവയാണ് UDFന്റെ പ്രധാന വാഗ്ദാനങ്ങൾ. ഈ പ്രതീക്ഷയാണ് UDFനെ 100-ലധികം സീറ്റുകളിലേക്ക് എത്തിക്കുകയെന്ന് സതീശൻ ഉറച്ചു വിശ്വസിക്കുന്നു. VD സതീശന്റെ വാക്കുകൾ വെറും ആത്മവിശ്വാസമാണോ അതോ യാഥാർത്ഥ്യമാണോ എന്ന് വോട്ടെണ്ണൽ ദിനത്തിൽ മാത്രമേ അറിയാൻ കഴിയൂ. എന്നിരുന്നാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ UDFന് പുത്തൻ ഉണർവ് നൽകിയിട്ടുണ്ട് എന്നതും സത്യമാണ്. സർക്കാരിന്റെ പിഴവുകൾ ഓരോന്നായി ജനമധ്യത്തിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട്. തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നിശബ്ദ വോട്ടർമാരുടെ നിലപാട് നിർണായകമാകും. സതീശൻ പറയുന്ന ഭരണവിരുദ്ധ തരംഗം എത്രത്തോളം വോട്ടായി മാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരളത്തിന്റെ അടുത്ത 5 വർഷം. VD സതീശൻ ഉയർത്തുന്ന 100 സീറ്റ് എന്ന അവകാശവാദം UDF പ്രവർത്തകർക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. 1 ഡസൻ മന്ത്രിമാർ തോൽക്കുമെന്ന പ്രവചനം ഭരണപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള തന്ത്രം കൂടിയാകാം. എങ്കിലും കേരളത്തിലെ ജനങ്ങൾ മാറ്റത്തിന് തയ്യാറാണെന്ന സതീശന്റെ വിശ്വാസം ജനാധിപത്യത്തിലെ വലിയൊരു പരീക്ഷണമാണ്. മാർച്ച് മാസത്തിലെ ഈ രാഷ്ട്രീയ ചൂട് കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ആരിയ്ക്കുമെന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വോട്ടർമാർ എന്ത് തീരുമാനിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്.